പണ്ട് സീസൺ 5 ലാലേട്ടൻ വീക്കെൻഡിൽ ലൈൻ കട്ട് പറഞ്ഞുകൊണ്ട് പോയത് ഓർമ്മയുണ്ടോ? ഇന്നും അതുപോലെയാണ്. ദേഷ്യപ്പെട്ടുകൊണ്ടാണ് ലാലേട്ടൻ പോകുന്നത്. നൂറയാണ് കാരണമെന്നാണ് അറിയുന്നത്. പൂമാല ടാസ്കിലുണ്ടാവുന്ന വിഷയമാണ്. എന്താണ് സംഭവം? ഞാൻ പറഞ്ഞായിരുന്നു ഇന്നത്തെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ ഇന്ന് മോർണിംഗ് പറഞ്ഞു തരാമെന്ന്. ലൈവിലെന്ന് ഇന്ന് വീക്കെൻഡിന്റെ ഷൂട്ടിങ്ങിൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ ദേഷ്യപ്പെട്ടിട്ടാണ് 50ാമത്തെ ദിവസം വീക്കെൻഡ് എൻഡ് ആവുന്നത്. എന്താണ് അടുത്ത ആഴ്ചത്തെ ടാസ്ക്? കഴിഞ്ഞ ആഴ്ച ലാലേട്ടൻ പറഞ്ഞായിരുന്നു ഹോട്ടൽ ടാസ്ക് ആണെന്ന്. ഈ ആഴ്ച ലാലേട്ടൻ എന്താണ് പറഞ്ഞത്? എല്ലാത്തിനെ കുറിച്ചും ഡിസ്കസ് ചെയ്യാം. എവിക്ഷന്റെ കാര്യം ഒന്ന് ഫൈനലായിട്ട് പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം. വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോവരുത്. അപ്പോ അറിയാൻ പറ്റുന്ന ഒരു സംഭവം, സൺഡേയിലത്തെ എപ്പിസോഡിന്റെ ഷൂട്ടിന്റെ എൻഡില് ലാലേട്ടൻ ദേഷ്യപ്പെട്ടുകൊണ്ടാണ് വീക്കെൻഡ് എപ്പിസോഡ് അവസാനിപ്പിക്കുന്നതെന്നാണ്. പക്ഷെ സീസൺ 5 നടന്ന പോലെ സീസൺ 5 നടന്നത് നമുക്കറിയാമല്ലോ. സാഗർ അഖിൽ മാറാറ് കൂടെയുള്ള ഇഷ്യൂവില് ഒരു തീർപ്പും വരാതെ ലാലേട്ടൻ പറഞ്ഞിട്ട് പോലും കേൾക്കാത്തതുകൊണ്ടാണ് ലൈൻ കെട്ട് പറഞ്ഞു പോയത്. അതുപോലെയൊന്നും ആയിരിക്കൂല, എന്നാലും ദേഷ്യപ്പെട്ടുകൊണ്ടാണ് വീക്കെൻഡ് അവസാനിപ്പിക്കുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾ എപ്പിസോഡിൽ തന്നെ കണ്ടോ. നമ്മുടെ സീസൺ 6 ഒരു പൂമാല ടാസ്ക് വന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? പൂമാല ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗബ്രി എവിക്റ്റ് ആകുന്നതിന് തൊട്ട് മുന്നത്തെ ആഴ്ച ഇങ്ങനെ പുറത്തെല്ലാരെയും കൂടെ ഇങ്ങനെ നിർത്തിയിട്ട് മാല ഇട്ടിട്ട് സേവ് ആക്കുന്ന ഒരു സാധനം നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ അതേമാതിരി ഒരു സാധനം ഈ പറയുന്ന നമ്മുടെ ഇന്നത്തെ എവിക്ഷനിലും അങ്ങനത്തെ ഒരു സാധനം വരുന്നുണ്ട്. ഓക്കെ, സേവ് ആക്കുന്ന സാധനം. അപ്പം ആദിലയുടെ കഴുത്തിൽ പൂമാല ഇടുന്നതുമായിട്ട് ബേസ് ചെയ്തുകൊണ്ട് ആദിലയുടെ കഴുത്തിൽ പൂമാല ഇട്ട് സേവ് ചെയ്യും. ആരാന്നൊന്നും ഞാൻ പറയുന്നില്ല. അപ്പൊ സേവ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു പയ്യനാണ് ഇട്ട് സേവ് ചെയ്യുന്നത്. അപ്പൊ അതിൻ്റെ എന്തെങ്കിലും പ്രശ്നമാണോ എന്തോ നൂറ നേരെ തിരിച്ച് വീടിനകത്തോട്ട് കയറി പോകും. വിത്തൗട്ട് ലാലേട്ടൻ്റെ പെർമിഷനിൽ വീടിനകത്തോട്ട് കയറി പോകുന്നുണ്ട്. അപ്പൊ ലാലേട്ടൻ എന്താണ് പറഞ്ഞാൽ ഞാൻ പോകാൻ പറഞ്ഞോ, എൻ്റെ അടുത്ത് ചോദിക്കാതെയാണോ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ടിട്ടാണ് ഈ പറയുന്ന പോലെ വീക്കെൻഡ് എൻഡ് ആവുന്നത് എന്നാണ് എൻ്റെ ഒരു നിഗമനം. ഓക്കെ, അങ്ങനെ നമുക്കെല്ലാം നിഗമനത്തിൽ നിർത്തിയേക്കാം. അപ്പം എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ഒരു പക്ഷേ ഈ പറയുന്ന ഒരാളാണല്ലോ മാലയിട്ട് അതിലെ സേവ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു പൊസസീവ്നെസ്സോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു എന്തെങ്കിലും പെട്ടെന്ന് വന്നതോ അങ്ങനെ എന്തെങ്കിലും ആണോ എന്തോ. കാരണം ഈ വിഷയത്തിലാണ് ലാലേട്ടൻ എൻഡ് ചെയ്ത് പോകുന്നത്, വേറെ വലിയ വിഷയങ്ങളല്ല. ഈ വിഷയത്തിലാണ് ദേഷ്യപ്പെട്ടുകൊണ്ട് ലാലേട്ടൻ നൂറെ അടുത്ത് ഞാൻ പറഞ്ഞോ, പോകാനായിട്ട് പറഞ്ഞോ എന്ന് ചോദിച്ചുകൊണ്ടാണ് പോകുന്നതെന്നാണ് അറിയാൻ പറ്റി. അപ്പം ഇതായിരിക്കാം കേട്ടോ മോസ്റ്റ് പ്രോബബ്ലി ഈ പറഞ്ഞ പോലെ ആദിലേറെ കഴുത്തിൽ ഒരാൾ പൂമാല ഇടുക ദാറ്റ് മീൻസ് എന്താ പറയാ, അതിലെ നൂറേം പാർട്ട്നേഴ്സ് ആണ്. അപ്പോൾ അവരോടൊരു കല്യാണത്തിന് ഒരുപോലെ തോന്നിയിട്ട് പെട്ടെന്ന് ഒരു എന്താ പറയാ ആ ഒരു പെട്ടെന്ന് ഹേർട്ടാവും ചിലർക്ക് അത് കാണുമ്പോഴത്തേക്കും. ഓക്കെ, അപ്പൊ അതായിരിക്കാം എന്നാണ് ഞാൻ കരുതുന്നത്. നമുക്ക് നോക്കാം എന്തായാലും എപ്പിസോഡ്. അങ്ങനെ ലാലേട്ടൻ ദേഷ്യപ്പെട്ട് പോകുന്നുണ്ട് എന്നാണ് അറിയാനായിട്ട് പറ്റിയത്. കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നില്ല. ആരാണ് മാല ഇട്ടതെന്നൊക്കെ ഉള്ള നിങ്ങൾ നേരിട്ട് തന്നെ ഇരുന്ന് കാണും. ഇന്ന് 50ാമത്തെ എപ്പിസോഡിലും വലിയ കാര്യമായിട്ടൊന്നും ഇല്ല. ടാസ്ക്, അടുത്ത ആഴ്ചത്തെ ടാസ്ക് എന്താണെന്ന് ചോദിച്ചാൽ അത് ഞാൻ പറയാം. അടുത്ത ആഴ്ചത്തെ ടാസ്ക് എന്താണെന്നുള്ളത് ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഒന്നും കൂടി ഞാൻ ഒന്ന് വിശകലനം ചെയ്തിട്ട് നിങ്ങളടുത്ത് വന്ന് പറഞ്ഞു തരാം. ഓക്കെ, ഇപ്പം അതിനെനിക്കൊരു ഉറപ്പായിട്ടില്ല. ആ ഒരു കേസിൽ ഒരു ഉറപ്പില്ലാത്തത് കൊണ്ട് ഞാൻ പറയുന്നില്ല. എന്തായാലും ലാലേട്ടൻ എന്ന് ദേഷ്യപ്പെട്ട് പോയിട്ടുണ്ട്. പക്ഷെ ഒരു ലൈൻ കട്ടൊക്കെ വേണം അല്ലേ? സീസൺ 5 പോലെ ലൈൻ കട്ട് എന്നൊക്കെ പറഞ്ഞ് സൽമാൻ സാറിനെ പോലെ ഒന്നുകൂടെ ഒന്ന് വാ ലാലേട്ടാ പൊളിക്കണ്ടേ. ലാലേട്ടനെ കൊണ്ട് മാത്രമേ ഈ സീസണിൽ കണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ഇവരെ കൊണ്ട് കണ്ടന്റ് ഉണ്ടാക്കാൻ എന്തായാലും പറ്റത്തില്ല. അപ്പൊ ലാലേട്ടന് പറ്റുന്ന വഴിക്കെങ്കിലും ഉണ്ടാക്കട്ടെ. എന്തായാലും 50ാമത്തെ എപ്പിസോഡിൽ തന്നെ ഇരന്ന് വാങ്ങിച്ചല്ലോ. പിന്നെ റെനെ ആണ് എവിക്റ്റഡ്. ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു റെനെ എവിക്റ്റഡ് ആണ്. ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാം. വേറെ ആരും എവിക്റ്റഡ് അല്ല, എല്ലാവരും ബാക്കി സേവ്ഡ് ആണ് 50ാമത്തെ എപ്പിസോഡ്. ഓക്കെ, അപ്പോൾ അടുത്ത അപ്ഡേറ്റും വിശേഷവും പ്രൊമോയുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ.